അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. പ്രൊഫൈലിൽ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു റെസിപ്പി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും റിട്ടേൺ റെസിപ്പീനെക്കാട്ടിലും ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊന്നല്ല, പിസ്സ തന്നെയാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് പിസ്സാസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കാണിച്ചിട്ടുണ്ട് ഒരുപാട് ടൈപ്പ്. ബീഫ് പിസ്സ, അതുപോലെ പിസ്സ ബർഗർ കാണിച്ചിട്ടുണ്ട്, പിസ്സ റോള് കാണിച്ചിട്ടുണ്ട്, ചിക്കൻ്റെ തന്നെ പല വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട്. ഇതും ഒരു ചിക്കൻ പിസ്സ തന്നെയാണ്. ഇതിനു മുമ്പ് കുറേ ഇങ്ങനെ വീഡിയോസ് ചിക്കൻ പിസ്സ തന്നെ കുറേ ടൈപ്പ് കാണിച്ചതുകൊണ്ട് എന്തായാലും ഇത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാർട്സ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ചോദിച്ചപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം പിസ്സ തന്നെയാണ്, പിസ്സൻ്റെ ബേസൊക്കെ തന്നെയാണ്, പിസ്സൻ്റെ ഡോ തന്നെയാണ്. അതിനെ നമുക്കൊരു പോളയായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നതൊന്ന് കാണാം. അപ്പം ഇത് ഞാനിപ്പം ബേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു 3-4 മണിക്കൂർ മുമ്പ് കുഴച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്ന പിസ്സൻ്റെ മാവ് ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു പിസ്സ ട്രേയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് തടി വേണമെന്നില്ല, ഒരു 2 ചപ്പാത്തി വെച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു തിക്നെസ് മതിയാവും. എന്നിട്ട് ഈ ഒരു ദോൻ്റെ മുകളിലായിട്ട് ഒന്നുകിൽ നമുക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ അതും വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മയണൈസിൽ ക്യാബേജ് മിക്സ് ആക്കിയിട്ട് അത് ഇതിലേക്ക് അങ്ങനെ അങ്ങ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ലീഫ് പേർപ്പിളും അതുപോലെ തന്നെ വൈറ്റ് ക്യാബേജും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് മയണൈസിൽ മിക്സ് ആക്കിയതാണ്. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അങ്ങ് വിതറി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത് ചിക്കൻ കീമയാണ്. അപ്പം ചിക്കൻ കീമ ഉണ്ടാക്കിയത് ഞാനെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചിക്കൻ പച്ചയായിട്ട് തന്നെ ഒരു 3-4 പീസ് ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലില്ലാത്ത പീസ്. എന്നിട്ട് അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അരച്ചെടുക്കണ്ട, നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നുറുക്കിയിട്ട് കത്തി കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. ആ ചിക്കൻ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, വെറും ചിക്കൻ മാത്രം ക്രഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഞാനതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സാക്കി അങ്ങനെ നന്നായിട്ട് പൊരിച്ചെടുത്തതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു അരമുറി ഉള്ളി ഇട്ട് മിക്സാക്കിയിട്ട് അങ്ങനെ ഒരു കീമ ടൈപ്പിൽ തന്നെ ആക്കിയെടുക്കാം. ഞാനിത് ജസ്റ്റ് ചിക്കൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ചിക്കൻ കീമയാണിത്. കീമ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും ചിക്കൻ ഫ്രൈ ആണിത്. അപ്പം ആ ഒരു ചിക്കൻ ഫ്രൈ ഞാനിപ്പോൾ ഈ ഒരു പിസ്സാദോൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള ആ ക്യാബേജ് മയണൈസ് മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇറ്റാലിയൻ സീസണിങ് ആണ്. അത് ഈ ഒരു പിസ്സയിലൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. ഇനി ഇതിന് മുകളിലായിട്ട് ഇഷ്ടംപോലെ ചീസ് അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പം ചീസ് മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതേപോലെ ബേക്ക് ചെയ്താലൊരു പിസ്സയായി. ഞാനിപ്പോൾ ഇതിനെ ഒരു പോളയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിസ്സൻ്റെ മാവ് ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് നന്നായിട്ട് നേർമയായിട്ട് അങ്ങ് പരത്തിയെടുക്കണം. ഇനി പരത്തിയെടുത്തതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ റിബണായിട്ട് നീളത്തിൽ ഓരോന്നായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേ തിക്നെസ്സിൽ ഒരേ അളവിൽ കട്ട് ചെയ്താൽ അത്രയും നല്ലത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഓരോ റിബണും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സൻ്റെ മുകളിലായിട്ട് ലെയർ ആക്കിയിട്ട് ഓരോന്ന് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിസ്സൻ്റെ മുകളിൽ ഞാൻ ചീസ് നന്നായിട്ട് അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പം കുറച്ച് കക്കിരിയും കൂടെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയൊക്കെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിബണായിട്ട് കട്ട് ചെയ്തതുണ്ടല്ലോ, അത് ഇതേപോലെ ക്രോസ് ആക്കിയിട്ട് ഈ ഒരു പിസ്സൻ്റെ മുകളിലായി മുഴുവനായിട്ടും അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെക്കുമ്പം ഓരോന്നും ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പം ഒരു മാറ്റിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. പിന്നെ റിബൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതിനിപ്പം മേലെ മുഴുവനായിട്ടും ക്രോസ് ചെയ്തിട്ടൊരു മാറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സൈഡും കൂടെ അങ്ങനെ വെച്ച് കൊടുക്കണം. എന്നാലാണ് എന്ത് അടിയിലുള്ളതൊന്ന് ജോയിൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം ഞാനിപ്പം സൈഡിലും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോളാക്കി എടുത്തിട്ട്
ചുരുട്ടിയെടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ ബേക്കായി വരുമ്പം കാണാനൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാണ്ട് സാധാരണ അങ്ങനെ അങ്ങ് വെച്ചിട്ട് ജോയിൻ്റ് ആക്കി കൊടുത്താൽ മതി. ജോയിൻറ്റ്സ് വരുന്നിടത്തൊക്കെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുട്ടൻ്റെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ബേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും. പിന്നെ ഞാനിപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്കിത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവൺ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി പിസ്സ നമുക്ക് അതിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുമ്പം 200 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 15 മിനിറ്റാണ് വെക്കുന്നത്. പിന്നെ ഇത് ഞാനിപ്പം ബേക്ക് ചെയ്യുന്നു. ഇനി അല്ലാണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാം. അപ്പം ഇപ്പോൾ ട്രേയിൽ വെക്കുന്നതിന് പകരം നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, പാനിൽ ഉണ്ടാക്കുന്ന പിസ്സ. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പാനിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ പിസ്സ ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ അങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പം പ്ലേറ്റിൽ വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ചൂടിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ, ഈ പിസ്സൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു മണം ഉണ്ടാവും, തിന്നുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ ഓവനിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ബട്ടർ പുരട്ടി കൊടുത്ത് ആ ചൂടിൽ തന്നെ ബട്ടർ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല മണവും ഉണ്ടാവും. മുകളിൽ അങ്ങനെ ഉറച്ച പോലെ കട്ടിയായി പോവില്ല. അങ്ങനെ ഞാനിപ്പം ഈ ഒരു പിസ്സൻ്റെ മുകളിലായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ പ്ലേറ്റിൽ മാറ്റിയിട്ട് ഇനി ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പം ചീസൊക്കെ നന്നായിട്ട് എന്താ പറയുക ഇലാസ്റ്റിക് പോലെ ആയിട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തത് കുറച്ചൊന്ന് ചൂടൊക്കെ ആറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത്ര എന്താ പറയുക ചീസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നമുക്ക് കിട്ടി, കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും. പക്ഷേ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. ആ ഒരു ക്രസ്റ്റൊക്കെ നല്ല സോഫ്റ്റാണ്. പിസ്സൻ്റെ ക്രസ്റ്റ് ചിലത് ഭയങ്കര ഹാർഡായി പോകും, ഇതങ്ങനെയൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചിക്കൻ്റെതും പിന്നെ മയണൈസിൽ ക്യാബേജൊക്കെ വന്നപ്പോഴുള്ള ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആയപ്പം നല്ല അടിപൊളിയായി. അപ്പോൾ ഇനി പിസ്സ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പിസ്സ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പോളയാണോ എന്ന് വെച്ചാൽ പോളയാണ് എന്ന് പറയാം, പിസ്സയാണോ എന്ന് വെച്ചാൽ പിസ്സയാണ് എന്ന് പറയാം. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ഇത് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചീസിൻ്റെ ഇലാസ്റ്റിസിറ്റി നമുക്ക് കാണാം. ഇതിപ്പം ചൂടൊക്കെ ആറിയത് കൊണ്ടാണ് അങ്ങനെ കാണാത്തത്. ഞാൻ അത്രയും ചീസ് ഇട്ടിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇലാസ്റ്റിക് ആയി വരാൻ വേണ്ടിയിട്ട്, പക്ഷേ ചൂട് പോയത് കൊണ്ട് കണ്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു രുചിയുണ്ട്. ചീസിൻ്റെതും ചിക്കൻ്റെതും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. വീട്ടിലുണ്ടാക്കി നോക്കുകയും ചെയ്യണം. ഇനി പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.